ഗായ്സ് നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് അടിപൊളി എലിപ്പത്തായം ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് ആദ്യമായിട്ട് നമുക്ക് ഇതേപോലെ 2 ബോട്ടിൽ എടുക്കണം. ഇതേപോലത്തെ വലിയ ബോട്ടിലിന്റെ മേൽഭാഗം ഇതിന്റെ മേൽ പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതേപോലത്തെ ചെറിയൊരു ബോട്ടിലിന്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിനു ശേഷമുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗായ്സ്, നമ്മൾ ഇതേപോലെ തന്നെ വലിയ ബോട്ടിലിന്റെ മോൾ ഭാഗവും ചെറിയ ബോട്ടിലിന്റെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഈ വലിയ ബോട്ടിലിന്റെ ഇവിടെ ആയിട്ട് 2 ഹോൾ ഇടണം. 2 സൈഡിലായിട്ട് 2 ഹോൾ ഇടണം. നമുക്ക് നേരെ ഹോൾ ഇട്ടിട്ട് വരാം. ഗായ്സ്, നമ്മൾ ഇതേപോലെ 2 സൈഡിലായിട്ട് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെറിയ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് എലിക്ക് കയറാൻ കണക്കിന് ഈ സൈഡിലായിട്ട് ഇച്ചിരി വലിയൊരു ഹോൾ, എലിക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എലിക്ക് കയറാൻ കണക്കിന് ജസ്റ്റ് ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേണ്ട എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ്. ഇതേപോലെ 2-3 റബ്ബർ ബാൻഡ് സെറ്റ് ചെയ്ത് 3 റബ്ബർ ബാൻഡ് സെറ്റ് ചെയ്ത് 2 ആയിട്ട് എടുക്കണം. 2 സെറ്റ് ഇതേപോലെ എടുക്കണം. ഈ 2 സെറ്റ് ഇങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഈ ഇട്ട് വെച്ചിട്ടുണ്ടോ ഹോളിൽ വെച്ച് കെട്ടിയെടുക്കണം. 2 റബ്ബർ ബാൻഡും ഈ 2 സൈഡിലുള്ള ഹോളിലായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗത്ത് കൊടുക്കേണ്ട ഈ കാലി ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ടെടുക്കണം. നമുക്ക് നേരെ ഹോൾ ഇട്ടെടുത്തിട്ട് വരാം.
ഗായ്സ് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും റബ്ബർ ബാൻഡ് വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ മുകളിലായിട്ട് ഈ മുകളിൽ വെക്കുന്ന കുപ്പിയുടെ മുകളിലായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടെടുത്തു. അതുപോലെ തന്നെ നമ്മൾ താഴെ സെറ്റ് ചെയ്യുന്ന ബോട്ടിലിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ഹോളും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഇതേപോലെ ഇതേപോലെ ഒരു കമ്പി വളച്ച് സെറ്റ് ചെയ്തെടുക്കണം. മോൾ ഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വളച്ച് സെറ്റ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ താഴെ ഇതേപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വളച്ച് സെറ്റ് ചെയ്തെടുക്കണം. വളച്ച് സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇതെങ്ങനെ എലിയുടെ ട്രാപ്പായിട്ട് സെറ്റ് ചെയ്യും എന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ആദ്യം ഈ ബോട്ടിലിന്റെ ഈ റബ്ബർ ബാൻഡ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗം ഈ ബോട്ടിലിന്റെ മുകളിലായിട്ട് രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ കമ്പി അകത്തോട് കെണിയായിട്ട് പൊക്കി ഈ ബോട്ടിൽ പൊക്കി വെക്കും. അങ്ങനെയാണ് നമുക്ക് വ്യക്തമായത് നോക്കാം. ഗായ്സ് നമ്മൾ ഇതേപോലെ രണ്ട് റബ്ബർ ബാൻഡ് സൈഡിലായിട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള രണ്ട് റബ്ബർ ബാൻഡ് ഇതിന്റെ മുകളിലായിട്ട് ഇതേപോലെ കെട്ടി വെക്കണം. ഈ മുകളിലത്തെ കുപ്പിയിലായിട്ട് നമ്മൾ കെട്ടി സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ താഴെ വെച്ചിട്ടുള്ള ഹോളിൽ നമ്മൾ അകത്തൂടെ വെച്ച് സെറ്റ് ചെയ്തെടുത്ത കമ്പി താഴെ വെച്ചിട്ടുള്ള ഹോളിൽ ജസ്റ്റ് ഊരി വരാൻ കണക്കിന് ജസ്റ്റ് ഒന്ന് ആക്കി വെക്കണം. എന്നിട്ട് ഇതിനകത്ത് എലി കഴിക്കുന്ന എന്തെങ്കിലും ഫുഡ് മുകളിൽ അകത്ത് ആ കമ്പിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ വെക്കുക. എലി ജസ്റ്റ് വന്ന് ഇതേപോലെ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ട്രാപ്പ് ഇതേപോലെ അടഞ്ഞു പോകും. അടഞ്ഞു പോകുമ്പോൾ എലി ഇതിനകത്ത് തന്നെ കുരുങ്ങുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ എലിയെ പിടിച്ച് കൊന്നുകളയോ തുറന്നുവിടുകയോ എന്ത് വേണോ ചെയ്യാം. ഗായ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഉപയോഗമില്ലാന്ന് വിചാരിച്ച് കളയുന്ന കാലി ബോട്ടിൽ കൊണ്ടുള്ള നമ്മുടെ എലിയുടെ കെണിയുടെ വീഡിയോ, ഒരു എലിപ്പത്തായം സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള അടിപൊളി വീഡിയോകൾ വീണ്ടും കാണാം. എന്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.